How is everyone? Good. Okay. നല്ല സന്തോഷത്തിലാണ്. നമുക്ക് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 ആണ്. വേൾഡ് ക്ലീനപ്പ് ഡേ ആണ്. ഓക്കെ, കോൺസെപ്റ്റ്സ് ഉണ്ടാവും അല്ലേ? നമ്മുടെ സ്കൂളിൽ പ്രോഗ്രാം നടത്തുന്നത് എന്താണ് നമ്മുടെ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യാം എന്നും വൃത്തിയായി സൂക്ഷിക്കുക. അതിനൊരു അവയർനെസ് ഉണ്ടാകുന്ന ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാലാവസ്ഥയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ടുഡേ we are going to teach a new topic, an interesting topic. Okay, before that I will show you some pictures. Okay, you just carefully watch that picture and then I will ask some questions. Okay, first picture കാണുക. Okay, ready അല്ലേ? Yes. Happy അല്ലേ? Yes. Okay, first picture കാണുക. നമ്മുടെ സബ്ജക്ട് എന്താണ്? ബിസിനസ് സ്റ്റഡീസ് ആണ് അല്ലേ? ഓക്കെ, കുറച്ച് പിക്ചർ കാണും. നിങ്ങളത് ഒബ്സർവ് ചെയ്യുക, അതിനുശേഷം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊന്ന് നോക്കൂ. എന്താണ്? ഓക്കെ, എന്താണ് കാണിക്കുന്നത്? എന്താണ്? ഓണം സെലിബ്രേഷൻ ആണ് അല്ലേ? വെരി ഗുഡ്. കാണിക്കാം. ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആണല്ലേ? ഒന്നുകൂടി കാണിക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് events. എല്ലാവരും ലൈഫിൽ all of you must participate in these kinds of programs or events അല്ലേ? Sometimes participate, sometimes you conduct also അല്ലേ? എല്ലാവരും അല്ലേ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഓണം, എന്താണ് ക്രിസ്മസ്, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഇങ്ങനെയുള്ള പ്രോഗ്രാം? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഓണത്തിന്റെ സെലിബ്രേഷൻ ആണ്, നല്ല പ്രോഗ്രാം ആയിരുന്നു അല്ലേ? എല്ലാവരും നല്ല പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു. എങ്ങനെയാ ഏറ്റവും നല്ല പ്രോഗ്രാം നിങ്ങൾ അറേഞ്ച് ചെയ്തത്? ഓണത്തിന്റെ അന്നാണോ നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്? രാവിലെ വന്നിട്ടാണോ പൂക്കളം ഇടുന്നത്? എങ്ങനെയാണ് പൂവ് വാങ്ങുന്നത്? എത്രയാണ് പ്രോഗ്രാം ആണോ? അല്ല അല്ലെ? അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരാഴ്ച മുമ്പേ നമ്മുടെ നിങ്ങളെന്തെയ്തു കമ്മിറ്റി ആയിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഓരോ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്തു അല്ലെ? സെയിം ആസ് ക്രിസ്മസ് ആണെങ്കിലോ എന്തൊക്കെയാ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യാം? എന്തൊക്കെ ചെയ്യും? ഒരു കൂടെ ഉണ്ടാക്കണമെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യും, സാധനങ്ങൾ വാങ്ങുന്നത് ഇതൊക്കെ ചെയ്യും അല്ലേ? ചെയ്തില്ലേ? ഇവൻ നിങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേ അന്നാണോ നിങ്ങൾ അറേഞ്ച് ചെയ്തത്? അല്ല, തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന് പോസ്റ്റർ ഉണ്ടാക്കി വീട്ടിലുണ്ടായിരുന്നു. പിന്നെയോ എന്ത് ചെയ്തു? കേക്ക് ഏതാ വാങ്ങേണ്ടത് അല്ലേ? നിങ്ങൾ ബർത്ത്ഡേ കാർഡ് കൊടുത്തു, ഇതൊക്കെ ചെയ്തില്ലേ അല്ലേ? സോ നമ്മുടെ എല്ലാ ലൈഫിലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ മേക്കിംഗ് ബ്യൂട്ടിഫുൾ, ഫോർ മേക്കിംഗ് എഫക്റ്റീവ്, we can make some arrangements അല്ലേ? എല്ലാ പ്രോഗ്രാമുകളും എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യും. നമ്മളെല്ലാം ചെയ്യുന്നില്ലേ നമ്മുടെ ലൈഫ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മേക്കിംഗ് ദാറ്റ് ഇവന്റ് ബ്യൂട്ടിഫുൾ, നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി. അങ്ങനെ നടന്നില്ലെങ്കിൽ എന്താണ്? നമുക്ക് അൺസേർട്ടൻ ഇരിക്കുകയാണ് അല്ലേ? നമ്മൾ പെട്ടെന്ന് വന്നിരിക്കാം. പ്ലാനിംഗ്. So today we are going to discuss about a topic that is planning. So planning is deciding in advance what is to be going to be done in future. ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് എന്ന് പറയുന്നത് പ്ലാനിങ്. നമ്മുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ലൈഫിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്ന പ്ലാനിനെ വൃത്തിയായി നമുക്ക് എന്തെങ്കിലും ഉദ്ദേശം, ഒരു പ്രോഗ്രാം നടത്തുന്ന നമുക്ക് ഉദ്ദേശം ഉണ്ടാവും. അതിന്റെ റിസൾട്ട് എന്താവാൻ? നല്ല സക്സസ്ഫുൾ ആവാൻ അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതേപോലെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. സെയിം ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ഇങ്ങനെ പ്ലാനിങ് നടത്തുന്നുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് അബൌട്ട് വാട്ട് വി കോൾ മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചു. എന്താ മാനേജ്മെന്റ്? എന്താ മാനേജ്മെന്റ്? എന്താ മാനേജ്മെന്റ്? വെരി ഗുഡ്, വെരി ഗുഡ്. It's the art of making things done to others. Manager മറ്റുള്ളവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന പ്രക്രിയയാണ്
ബിസിനസിന്റെ ഒരു ആസ്പെക്ട്സ് ആണ് അല്ലേ? ബിസിനസ് നന്നായി നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? മാനേജ്മെന്റ് ഒരു ആസ്പെക്ട്സ് പഠിച്ചു. സോ മാനേജ്മെന്റിനും നമ്മൾ പറഞ്ഞത് നമ്മുടെ ലൈഫിന്റെ പ്ലാനിന്റെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ സെയിം ആസ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ഇമ്പോർട്ടന്റ് ആണ്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലാനിങ് എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? ഇതിനാണ് മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് എന്താണ്? സോ നമ്മൾ പറയുന്നത് ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? അപ്പൊ ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ് അല്ലേ? സോ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതാണ് മാനേജ്മെന്റ് ഡ്യൂട്ടി അല്ലേ? സോ the management also deciding in advance. അവർ എന്ത് ചെയ്യുന്നു? ഈ ഒരു മാനേജ്മെന്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ബിസിനസ്സിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? പ്ലാനിംഗ് ഒരു ഫംഗ്ഷൻ. സോ we can say that planning is an important function of മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയ പ്ലാനിംഗ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതുകൂടാതെ besides that planning there are various other functions also അല്ലേ? എന്തൊക്കെയാ? ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ പ്ലാനിംഗ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ we can study details about what are the advantages, organizational means, objectives, these are the various aspects of so planning എന്താ മനസ്സിലായില്ലേ? സിംപ്ലി പ്ലാനിംഗ് എന്താ? ഡിസൈഡിംഗ് നമ്മൾ നടത്താൻ പോകുന്ന കാര്യങ്ങളെ അതിനെ ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ലൈഫിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കാൻ ബ്യൂട്ടിഫുൾ ആക്കാൻ ബിസിനസ് ഓർഗനൈസേഷനിൽ ഓക്കെ ഓക്കെ താങ്ക് യു.